പുസ്തക എന്ന കാര്യം മാറ്റിവെച്ച് ഒരാരാധിക എന്ന ലതാ മങ്കേഷ്കർ എന്ന മഹാഗായികയുടെ ഒരാരാധിക എന്ന നിലയിൽ പുതിയ എന്തെങ്കിലും തിരിച്ചറിവുകൾ ഈ പുസ്തകത്തിലൂടെ ടീച്ചറിന് ലഭിച്ചിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ പുതിയ തിരിച്ചറിവല്ല, ഇത് പഴയ തിരിച്ചറിവ് തന്നെയാണ്. അതായത് ആദ്യം ഞാൻ ലതാ മങ്കേഷ്കറിനെ ആരാധിക്കുമ്പോൾ എൻ്റെ മുന്നിൽ ലതാ മങ്കേഷ്കറുടെ ഒരു ചിത്രം പോലും ഇല്ല. നമ്മൾ കുട്ടിക്കാലത്ത് പാട്ട് കേൾക്കുന്നു, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല, നിങ്ങളൊക്കെ ചെറിയ ജനറേഷനിലെ ആൾക്കാരാണ്. ഞങ്ങളൊക്കെ കേൾക്കുന്നത് കുട്ടിക്കാലത്തെ ഒരേ ഒരു പാട്ടിൻ്റെ സോഴ്സ് ഞങ്ങൾക്ക് റേഡിയോ മാത്രമാണ്. ആ റേഡിയോയിൽ തന്നെ ബുധനാഴ്ചകളിൽ റേഡിയോ സിലോണിൽ നിന്ന് ബിനാക്ക ഗീത്മാല എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി വരാറുണ്ടായിരുന്നു. 1 മണിക്കൂറോ 3/4 മണിക്കൂറാണ്. ഞാൻ ഹോസ്റ്റലിൽ താമസിക്കുന്ന സമയത്താണ് അത് വരാറുള്ളത്. അപ്പോൾ ഞങ്ങൾക്കത് റെക്രിയേഷൻ പീരീഡാണ്. 8 മണി തൊട്ട് 8:45 വരെയുള്ള സമയം. ആ സമയത്ത് കേൾക്കുന്ന പാട്ടുകൾ മാത്രമാണ്. അപ്പോൾ അന്നേ എൻ്റെ മനസ്സിൽ കുടിയേറിയ ഒരു രൂപം ലതാ മങ്കേഷ്കറുടെ ഒരു ദേവീ രൂപമാണ്. ഞാൻ ആളെ കണ്ടിട്ടില്ല. ആളെ കാണുന്നത് പിന്നെ കുറേ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഏതോ മാഗസിനിലാണ് ചിത്രം കണ്ടത്. പക്ഷെ അന്ന് എൻ്റെ മനസ്സിലേക്ക് കയറിയത് ഒരു ദേവീ രൂപമാണ്. അതേ രൂപം തന്നെയാണ് എനിക്കിപ്പോഴും ലതാ മങ്കേഷ്കർ. ഞാൻ ദേവിയെ ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ലതാ മങ്കേഷ്കറുടെ രൂപമാണ്, പാട്ടിൻ്റെ രൂപമാണ്. അത് എൻ്റെ ഒരു എന്താ പറയുക, ഞാൻ നിരന്തരമായിട്ട് അന്ന് മുതൽ എനിക്ക് തോന്നുന്നു ഒരു 50 കൊല്ലത്തോളം ലതാ മങ്കേഷ്കറുടെ പാട്ടുകളിലൂടെ ജീവിക്കുന്നയാളാണ്. അതിൻ്റെ ഫലമായിട്ടായിരിക്കും ഇപ്പോഴും നമ്മൾ യാദേവി സർവഭൂതേഷു ശാന്തി രൂപേണ ശക്തി രൂപേണ വസിക്കുന്ന ഒരു ദേവി ഉണ്ടല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം സംഗീതത്തിൻ്റെ ദേവിയാണ്. ആ ദേവി തന്നെയാണ് എനിക്ക് എൻ്റെ മനസ്സിൽ ലതാ മങ്കേഷ്കറുള്ള സ്ഥാനം. ആ ദേവിയുടെ രൂപമാണ്. ഞാൻ ദേവിയെ ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് അന്നും ഇന്നും അതാണ് വ്യത്യാസമില്ലായ്മ. ടീച്ചർ ഈ വിവർത്തനം നടത്തുന്നത് വയനാട് ദുരന്തകാലത്താണെന്ന് പറയുന്നുണ്ട്. അതെങ്ങനെ അതിന് വയനാട് ദുരന്തത്തെ മാനസികമായി അതിജീവിക്കാനുള്ള ഒരു കെൽപ്പ് അല്ലെ ഒരു ശക്തി ഈ പുസ്തകത്തിൻ്റെ വിവർത്തനം തന്നു എന്ന് ടീച്ചർ പറയുന്നുണ്ട്. എന്താണ്? തീർച്ചയായിട്ടും അത് സത്യമാണ്. കാരണം ആ സമയത്ത് നമ്മൾക്കറിയാം, നമ്മുടെ ചാനലുകളിലൂടെ ഒക്കെ വന്നുകൊണ്ടിരുന്നത് വെറും ദുരന്ത വാർത്തകളായിരുന്നു. എത്രയോ വിഷമിപ്പിക്കുന്ന വാർത്തകൾ, ദൃശ്യങ്ങൾ, മനുഷ്യാവയവങ്ങൾ തല മുറിച്ചു മാറ്റപ്പെട്ട കബന്ധങ്ങൾ, ഇങ്ങനെ പല ദൃശ്യങ്ങൾ നമ്മളെ മുന്നിൽ വന്നുകൊണ്ടിരുന്നിട്ട് നമ്മളിത് കാണേണ്ട ചാനലെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നൗഷാദ് ഈ പുസ്തകം എൻ്റെ കയ്യിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അന്ന് എനിക്കൊരു കാര്യം കൃത്യമായിട്ട് മനസ്സിലായി, ഒരു നല്ല പുസ്തകം കയ്യിലുണ്ടായിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇങ്ങനെ ഒരു ദുരന്തകാലം എന്ന് പറഞ്ഞാൽ നമുക്ക് ചാനലൊന്നും വേണ്ട, ഇനി ഞാൻ കാണുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ കയ്യിൽ ഒരു നല്ല പുസ്തകം ഉണ്ടായിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആ സമയത്താണ് ഈ പുസ്തകം എൻ്റെ കയ്യിലേക്ക് കിട്ടിയത്. ആ പുസ്തകം എന്നെ ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറാൻ, ഒളിച്ചോടാൻ സത്യം പറഞ്ഞാൽ സഹായിച്ചു. ഈ പുസ്തകം ഈ ലതാ മങ്കേഷ്കർ ലതാ സുർഗാഥ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ലതാ സുർഗാഥ എന്നുള്ള പുസ്തകം ഞാൻ വായിച്ചുകൊണ്ടാണ് ആ ദുരന്തകാലത്തെ ദൃശ്യങ്ങളിൽ നിന്ന് ഞാനൊന്ന് മാറി നടന്നത്. അതാണ് ഉണ്ടായത്.